أعوذ بالله من الشيطان الرجيم. അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇത് എല്ലാ നബിമാരും പറഞ്ഞൊരു കാര്യമാണ്. അത് ഫാത്തിഹയിൽ നാം സുന്നത്തായ നിലക്ക് ഓതുന്നു. അത് ഫാത്തിഹയുടെ ഒരു ആയത്തല്ല. ഫാത്തിഹയുടെ ആയത്ത് ആരംഭിക്കുന്നത് ബിസ്മി മുതലാണ്. ഷാഫിഈ മദ്ഹബിൽ ബിസ്മി മുതലാണ് ഫാത്തിഹയുടെ ആയത്ത്. ഇരിക്കട്ടെ. അപ്പോ അഊദു അത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ അല്ലാത്ത ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതുകയാണെങ്കിൽ ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ഖുർആൻ പറയാണ്, നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുന്ന സമയത്ത് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, അഊദിന്റെ മഹത്വം ഇമാമിങ്ങൾ ഒരുപാട് പേജുകൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി, അങ്ങനെ ഒരുപാട് ഇമാമികൾ അവർ തഫ്സീറുകളിലൂടെ വിശദീകരിച്ചതായി കാണാം. ഖുർആന്റെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഖുൽ ഇന്നി അഊദു ബിറബ്ബി ഖുൽ ഇന്നി ഉയ്തു ബിറബ്ബി വറബ്ബിക്കും, ഇന്നി ഉയ്തു ബിറബ്ബി വറബ്ബിക്കും എന്നൊക്കെ ഖുർആനിൽ കാണാം. അതുപോലെ നാം സാധാരണയായി ഹദ്ദാദിൽ ചെല്ലുന്ന ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നുള്ളത്. അതും നാം കാവൽ ചോദിക്കുകയാണ്, അഭയം ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരാൾ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ തേള് കുത്തിയിട്ടുണ്ട് നബിയെ, എനിക്കൊരു തേള് കടിച്ചിട്ടുണ്ട് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, അമാ ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ. നിങ്ങൾ കഴിഞ്ഞ വൈകുന്നേരം, അതായത് ഇന്നലെ രാത്രി, നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ നാമൊക്കെ ഹദ്ദാദിൽ 3 പ്രാവശ്യം ചെല്ലുന്ന ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തദുർ, അത് നിങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നില്ല. കടിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമായിരുന്നില്ല. ഒരു വസ്തു അതിനെ ഉപദ്രവിക്കണമെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ ഇതിന് ഓർഡർ വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തീയിലിട്ടു, പക്ഷെ തീ കരിച്ചില്ല, അള്ളാഹിന്റെ ഓർഡർ ഇല്ല. പാമ്പ് കടിച്ചു. ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെട്ട മഹാൻ പണ്ഡിതൻ, അയാൾക്ക് പാമ്പ് കടിച്ചു. രാത്രി നടന്നു പോകുമ്പോ അയാൾ ഹദ്ദാദിൽ ഈ ദിക്ർ ചൊല്ലിയ ആളാണ്. അയാൾക്ക് പാമ്പ് ഉപദ്രവം ചെയ്തില്ല. അതേസമയം തിരിച്ചു വരുമ്പോൾ കടിച്ച പാമ്പ് ചത്തുകിടക്കുന്നു. അതെങ്ങനെ റിയാക്ഷൻ അടിച്ചു? സഹോദരന്മാരെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നുള്ള ആ ദിക്റിന്റെ മഹത്വമാണ്. അഊദിന്റെ മഹത്വം വളരെ നീണ്ടതാണ്. ഇമാം റാസി വിശദീകരിച്ച ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ഈ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയ ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ.
മനുഷ്യന്മാരുടെ ആത്മാവ്, മനുഷ്യരുടെ ആത്മാക്കളിൽ നിന്ന് നാം അള്ളാഹുവിനോട് നാം കാവൽ ചോദിക്കുകയാണ്. ആരോടാണ് നാം ചോദിക്കുന്നത്? ഉന്നതന്മാരായ സംശുദ്ധവാന്മാരായ മഹാന്മാരുടെ ആത്മാക്കളോട്. ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാർ, ഔലിയാക്കന്മാരെന്നാണ് അവിടെ ഇമാമികൾ അതിന്റെ അർത്ഥം പറഞ്ഞത്. എന്ത് കാര്യത്തിലാണ് നടക്കുന്നത്? ചീത്തയായ തിന്മ ചെയ്യുന്ന തമ്മാടികളായ മോശപ്പെട്ട ആത്മാക്കളും ഉണ്ട്. ആ ആത്മാക്കളുടെ ശർറിനെ തടുക്കാൻ വേണ്ടി ആ കാര്യത്തിൽ മഹാന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട്, സ്വാലിഹീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട്, അവരുടെ ആത്മാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു എന്നാണ് ഈ ഔദിന്റെ അർത്ഥം. ഔദ് കലിമാത്തില്ലാഹി താമ്മാത്തിന്റെ അർത്ഥം. എന്നിട്ട് ഇമാം റാസി പറയുന്നു, വൽ മുറാദി കലിമാത്തില്ലാ. നമ്മൾ ഈ ഹദ്ദാദിലൊക്കെ ഓതാറില്ലേ, കലിമാത്തില്ലാഹി താമ്മാത്തിന് ശർരി മാ ഖലഖ്. ഈ കലിമാത്തുല്ലാഹി, അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ വാചകം, അള്ളാഹുവിന്റെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ ആരാണത്? തിൽക്കൽ അർവാഹുൽ ആലിയത്തു ത്വാഹിറ. മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഉന്നതന്മാരായ ആത്മാക്കളാണ്. ആത്മീയ ലോകത്തിന് വലിയ പവറാണ്. കാരണം ശാരീരികമായി ഈ ലോകം പോലെയല്ല. എന്നിട്ട് ഇമാം റാസി ഇതിന്റെ ഒരു കാരണവും കൂടി പറയുന്നു. ഇതൊക്കെ തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ ഏറ്റവും ലോകത്തറിയപ്പെട്ട ഖുർആൻ വ്യാഖ്യാനം, അതിന്റെ 1-ാം ഭാഗം 67-ാമത്തെ പേജിലാണ് സംഭവം ഞാൻ വായിച്ചുള്ളത്. എന്നിട്ട് ഇമാം റാസി ഇതിന്റെ ഒരു കാരണം പറയുന്നു. അന്ന ആലമൽ അർവാഹ് മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാം. ആത്മീയമായ ലോകം, ആ ലോകത്തുള്ള മഹാന്മാരാണ് ഈ ശാരീരികമായ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ ലോകത്തിന്റെ കാര്യങ്ങളെ, ഈ ലോകത്തിന്റെ അവസ്ഥകളെ നിയന്ത്രിക്കുന്നത് ആത്മീയ ലോകമാണ്. ശാരീരികമായിട്ട് നമ്മുടെ ഭൗതികമായ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആത്മീയ ലോകമാണ്. അതുകൊണ്ട് ഔലിയാക്കന്മാർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു. അവരുടെ നിയന്ത്രണമാണ് ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത്. ആരാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുൽത്താൻ ആരാണ്? ബഹുമാനപ്പെട്ട അജ്മീർ ഖാജയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഏത് ഗവൺമെന്റ് ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാലും അജ്മീർ ഖാജയുടെ ദർഗ സിയാറത്ത് ചെയ്തിട്ടല്ലാതെ അവരവരുടെ അധികാരം തുടങ്ങുന്നില്ല. കാരണം വാസ്തവത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയാണ്, ഔലിയാക്കന്മാരാണ്. അത് വലിയ ചരിത്രമാണ്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയല്ല. അപ്പൊ സഹോദരന്മാര്, ഇത് എന്തിനാണ് ഇമാം റാസി ഇങ്ങനെ പറഞ്ഞത്? ഇമാം റാസി വെറുതെ പറഞ്ഞതല്ല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അന്നാസിആത്ത് സൂറത്ത് എടുത്തു നോക്കിയാൽ കാണാം, അതിന് 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫൽ മുദബ്ബിറാതി അംറാ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. ആ നിയന്ത്രിക്കുന്നവരാരാണ്? ഔലിയാക്കന്മാരാണ്. അപ്പൊ ഈ ഔലിയാഇന് ഈ പവർ കൊടുക്കുന്നത് ആരാണ്? അല്ലാഹുവാണ് കൊടുക്കുന്നത്. സഹോദരന്മാരെ, ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഖുർആനിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് ഖുർആനിൽ കാണുന്നു, പിന്നെന്തിനാണ് ഔലിയാക്കന്മാരോട് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. നാം മനസ്സിലാക്കണം, അവർക്ക് തെറ്റിപ്പോയതാണ്. അവർ ഈ ആയത്തുകളൊക്കെ അവർ ഒന്നിരിക്കലോ കാണാത്തവരാണ്, അല്ലെങ്കിൽ കണ്ട് അതിന്റെ അർത്ഥം ശരിക്കും പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ പഠിച്ച് അവർ അറിവില്ലാത്ത ആളുകൾ നടിക്കുകയാണ്. ഈ മൂന്നല്ലാതെ വേറൊരു കാരണം നമുക്കിവിടെ പറയാനില്ല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതിന് തള്ളിയാൽ അള്ളാഹിന്റെ ഖുർആൻ നാം തള്ളി പറഞ്ഞതുപോലെയായി.
എന്നാൽ അള്ളാന്റെ ഖുർആൻ തള്ളിപ്പറഞ്ഞ് നമുക്കിവിടെ സ്വർഗത്തിൽ പോകാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോ പിന്നെ ഒരു ചോദ്യമുണ്ട്. ചില മഹാന്മാരും നബിമാരും ഞാൻ അള്ളാനോട് തന്നെ ചോദിക്കുന്നു എന്ന് ചില സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തിനും പറഞ്ഞു? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്താവശ്യം വന്നാൽ അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? അത് അവർക്ക് ഔലിയാക്കന്മാരാവും, അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണ്, അവർക്ക് അള്ളാഹുവിനോട് അടുത്തവനാണ്. അപ്പോൾ അവർക്ക് കാരണങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. നാം കാരണങ്ങൾ ബന്ധപ്പെടുന്നു. അതേസമയത്ത് ഔലിയാക്കന്മാർ കാരണങ്ങൾ, റീസൺകൾ അവർക്ക് ആവശ്യമില്ല. കാരണം അവർ അള്ളാഹുമായിട്ട് അത്ര അടുത്തവരാണ്. അവർ ഭൗതികമായ കാരണവും അവർ സ്വീകരിക്കൂല, ആത്മീയ കാരണവും അവർ സ്വീകരിക്കൂല. അവർ ഡയറക്റ്റ് അള്ളാഹിനെ മാത്രം കാണും. അപ്പൊ അവർ അള്ളാഹുവിനോടല്ലാതെ നമ്മൾ ആരോടും ഒന്നും പറയില്ല എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞത് ആ തീയിലേക്ക് ഇട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ഇബ്രാഹിം നബിയെ എന്നെ ഒന്ന് ഹെൽപ്പ് വേണോ? ഇബ്രാഹിം നബി പറയും, വേണ്ട. എന്തേത് ശിർക്കാണ്, കുഫ്റാണ് എന്നല്ല മലായികത്തിന്റെ സഹായം എടുക്കൽ. പിന്നെ ഞാനിപ്പോ അള്ളാഹുമായി അത്രയും നിയറസ്റ്റ് ആണ്, അള്ളാഹ് അത്ര അടുത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ഇപ്പൊ ഇവിടെ തൽക്കാലം ആവശ്യമില്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലതും നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് തന്നെ ഞാൻ ചോദിക്കാം. കാരണം ആ കാലത്തുള്ള ആൾക്കാരിൽ ബഹുമാനപ്പെട്ടവർ കാരണങ്ങളൊന്നും ബന്ധപ്പെടാതെ അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കുന്നു. അത്രയും വലിയ മഹാനായതുകൊണ്ടാണ്. ഒരാൾക്ക് CM-നോട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ഒരാള്, അപ്പൊ ഒരാൾ മിനിസ്റ്ററിനോട് ചോദിച്ചു, എന്റെ ഒരു ഹെൽപ്പ് വേണോ? അപ്പൊ അവിടെ പറയും, എന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. തെറ്റാണെന്നല്ല, എനിക്കതിനേക്കാൾ ഞാൻ അത്ര അടുത്ത ആളാണ്, നിങ്ങളുടെ ഹെൽപ്പ് ഇപ്പൊ എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കാര്യം നാം മനസ്സിലാക്കണം. മഹാന്മാരോട് ചോദിക്കാതെ, അത് ചോദിക്കാൻ നിർബന്ധവും അല്ല, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നാം ഈ മധ്യവർത്തികളെ തേടുന്നത്. ഈ കാര്യം ഔദു നാം പഠിക്കുമ്പോൾ ഫാത്തിഹയുടെ ആദ്യത്തെ സുന്നത്തായി നാം ഓതുന്ന ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ഈ വാചകം നാം പഠിക്കുമ്പോൾ അത് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതാണ്.